സോ ബിഗ് ബോസ് നമ്മൾ സീസൺ 8 അപ്ഡേറ്റിലേക്ക് പോകാൻ പോകും. 12ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ആരാണ് പുറത്തേക്ക് എന്നതറിയാൻ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. അപ്ഡേറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം സാറ്റർഡേ സൺഡേ എപ്പിസോഡുകളിലായിട്ടാണ് ഈ ഒരാഴ്ച എവിക്ഷൻ നടക്കുന്നതെന്നാണ് അറിയുന്നത്. 2 എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. 7 പേരാണ് ഈ ഒരാഴ്ച നോമിനേഷനിൽ ഉണ്ടായിരുന്നത്. അതിന്റെ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഞാൻ മുൻ ലിസ്റ്റുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിലവിലെ റിപ്പോർട്ട് പ്രകാരം അൻഷിത ഈ ഒരു സീസണിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അൻഷിതയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിലേക്ക് വന്നു. മലയാളി കൂടിയായ അൻഷിത അത്യാവശ്യം സീരിയലുകളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. തമിഴിൽ ചെല്ലമ്മ എന്ന് പറഞ്ഞ സീരിയലിലായിരുന്നു. വിജയ് ടിവിയുടെ ഒരു ഫെയിം ആയിട്ടാണ് ഈ ഒരു സീസണിലേക്ക് വന്നത്. സീസൺ തുടങ്ങിയ സമയത്തൊന്നും വലിയ കാര്യമായിട്ടുള്ള ഒരു ഫോട്ടോ പെർഫോമൻസോ ഒരു ഗെയിമർ എന്ന നിലയിലോ അൻഷിതയെ പറ്റി വലിയ നല്ലൊരു അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു. ഒരു 4ാമത്തെ 5ാമത്തെ ആഴ്ചകളിൽ ഒരു ദീപാവലി സമയത്ത് പുറത്തേക്ക് വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത്രയും ഒരു എന്താ പറയുന്ന അതിനുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. എന്നാൽ ആ ഒരു ദീപാവലി സമയത്ത് എവിക്ഷൻ ക്യാൻസൽ ചെയ്യുകയും അൻഷിത സേവ് ആകുകയും ചെയ്തതോടുകൂടി പിന്നീട് അൻഷിതയുടെ ഗ്രാഫ് സ്ലോലി ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഫിസിക്കൽ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞ് മികച്ച ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ പോലും അവിടെ ഉള്ളതിലെ വെച്ച് കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്തെന്നറിയില്ല, ലാസ്റ്റ് 1-2 ആഴ്ചകളായിട്ട് നല്ല രീതിയിലുള്ള ഒരു പാർഷ്യാലിറ്റി കാണാൻ സാധിച്ചു. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുന്ന ഒരു ആവറേജ് റേഞ്ചിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസുകളെയൊക്കെ തഴയുന്ന ഒരു രീതിയും ഭയങ്കര ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന കുറെ കണ്ടസ്റ്റൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കണ്ടു. അങ്ങനെ ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു പാർഷ്യാലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അൻഷിതയൊക്കെ ഈ ഒരു വീക്ക് രക്ഷപ്പെട്ടു പോയേനെ. അപ്പൊ ഒരു അൺഫെയർ എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അൺഫെയർ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അൻഷിതയെക്കാളും പുറത്തു പോകാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു നോമിനേഷനിൽ ഉണ്ടായിരുന്ന റാണവിനെയൊക്കെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ വോട്ടുകൾ നിലനിർത്തിക്കൊണ്ട് റാണവിനെയൊക്കെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ റയാൻ ഈ പറയുന്ന നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അൻഷിതയ്ക്ക് അതൊരു തിരിച്ചടിയായി. എന്നിരുന്നാൽ പോലും റാണവിനെ പുറത്താക്കി മറ്റൊരു മഞ്ജരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര എന്താ പറയുന്ന ഹൈപ്പുള്ള കണ്ടസ്റ്റൻസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറച്ച് ആഴ്ചകളായിട്ട് വെറും എന്താ പറയുന്ന ഗ്രൂപ്പിസം കളി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മികച്ച കണ്ടസ്റ്റൻസ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. സ്റ്റിൽ അൻഷിതയ്ക്ക് നമുക്കൊരു അവസരം കൂടി എന്ന നിലയിലേക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പവിത്ര, ജെഫ്രി ഒക്കെ നിൽക്കുമ്പോൾ അതുപോലെ വിശാല്, പ്രത്യേകിച്ച് കുറച്ച് ആഴ്ചകളായിട്ട് ഇവരൊന്നും പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും അൻഷിത കൊടുക്കുന്ന അത്രയും പോലും ഒന്നും കൊടുത്തിട്ടില്ല. ലാസ്റ്റ് ആഴ്ചകളിലെ ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ അൻഷിത മികച്ച ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ബിഗ് ബോസ് ടീമിന്റെ സൈഡിൽ നിന്നും വീക്കെൻഡുകളിൽ ഒന്നും അപ്രിഷിയേറ്റഡ് ആയിരുന്നില്ല. തീർത്തും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. ആ ഒരു നെഗറ്റിവിറ്റിയാണ് ഈ ഒരാഴ്ചത്തേക്ക് തികച്ചും വോട്ട് കുറയാനുള്ള കാരണവും. എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് 5-6 സ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ നാരോ വോട്ട് ഡിഫറൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അൻഷിത ഓൾറെഡി ബിഗ് ബോസ് തമിഴ് സീസൺ 8 നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. സാറ്റർഡേ എപ്പിസോഡിൽ തന്നെ കാണിക്കുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സൺഡേ ഒരു എവിക്ഷൻ കൂടി ഉണ്ടെന്നാണ് അറിയുന്നത്. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. കുറച്ച് മുമ്പ് തന്നെ നമുക്ക് അപ്ഡേറ്റുകൾ കിട്ടിയിരുന്നു. അപ്പോൾ 2ാമത് റിവിഷന്റെ കൂടെ അപ്ഡേറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആണ് 2ാമത് പുറത്തേക്ക് പോകുന്നതെന്നാണ് സൂചനകൾ. അതിനെക്കുറിച്ച് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. സൂചന ഇതാണ്. അപ്പം ചിലപ്പോൾ ജെഫ്രി ആയിരിക്കാം, അതുപോലെ തന്നെ വിശാലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കണ്ടീഷന്റെ പേരിൽ റാണവിനെ തന്നെ പുറത്തേക്ക് ആക്കുമോ എന്നതിനെക്കുറിച്ചും ഒരു ഐഡിയയോ അതിനെക്കുറിച്ച് ഒരു ക്ലൂവോ കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. നമ്മുടെ വോട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ജെഫ്രി ആകാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം സീസൺ 8 നിന്ന് 12ാമത്തെ ആഴ്ച അൻഷിത പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.